സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഓഫ് ടു കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 384. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ടേക്കിംഗ് ബൈ എ നമ്പർ ആസ് എക്സ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ എട്ടിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ എട്ടിൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 8, 16 അങ്ങനെ പോകുന്നതല്ലേ. അപ്പോൾ ഏത് മൾട്ടിപ്പിൾസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ എന്തായിരിക്കും? ഇപ്പോൾ എക്സിൻ്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ? 8, 16, 24 എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. അപ്പോൾ 8 വീതം കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ എക്സ് ആണ് ഒരു മൾട്ടിപ്പിൾ എങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ കിട്ടുന്ന എന്ത് ആഡ് ചെയ്യണം? 8 ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് 8 ആർ ദി മൾട്ടിപ്പിൾസ് ഓഫ് 8. 8ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? എക്സും എക്സ് പ്ലസ് 8ഉം എടുക്കാം. ലെറ്റ് ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവയുടെ പ്രോഡക്റ്റ്, ഇവയുടെ ഗുണനഫലം എക്സും ഈ എക്സ് പ്ലസ് 8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്? 384 ആണ്. ഇനി ഈ എക്സ് ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് കടത്തി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 8 എന്താണ്? 8x ഈക്വൽസ് 384. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമ്മളിവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിനെ സൊല്യൂഷൻ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ഈ എക്സിൻ്റെ കൂടെയുള്ള വേരിയബിളിലൂടെ 8 അല്ലേ. ഇത് നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം തന്നെ സോൾവ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x, ഈ 8ൻ്റെ ഹാഫ് എടുക്കുക. 8ൻ്റെ ഹാഫ് എത്രയാണ്? 4. ആ 4ൻ്റെ സ്ക്വയർ ഈക്വൽ സൈഡിന് ലെഫ്റ്റും റൈറ്റും നമ്മൾ ആഡ് ചെയ്യുക. റൈറ്റ് സൈഡിലും 4 സ്ക്വയർ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തിൻ്റെ എക്സ്പാൻഷനാണ്? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സും ഇവിടെ 4ഉം എന്താണ്? എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ അല്ലേ. ഈ 4ൻ്റെ ഇരട്ടിയാണ് ഇവിടെ കിടക്കുന്നത്, 8. അപ്പോൾ ഇതിന് നമുക്ക് 384 പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 400 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4ൻ്റെ സ്ക്വയർ ആണ് 400. ദെൻ എക്സ് പ്ലസ് 4 ഈക്വൽസ് എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് 400 എഴുതി കൂടെ. റൂട്ട് 400 എത്രയാണ്? 20. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4 20 ആണെങ്കിൽ എക്സ് ഈക്വൽസ് എത്രയാണ്? 20 മൈനസ് 4 അല്ലേ. 20 മൈനസ് 4 ഈക്വൽസ് 16. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ 16 എന്ന് കിട്ടി. അതായത് ഒരു 8ൻ്റെ മൾട്ടിപ്പിൾ 16 ആണ്. ദെൻ അടുത്തത് എത്രയായിരിക്കും? 16നോട് കൂടി 8 ആഡ് ചെയ്താൽ എത്രയാണ്? 24. 16ഉം 24ഉം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 8ൻ്റെ മൾട്ടിപ്പിൾസ്. Second question, the perimeter of a rectangle is 24 centimeters and its area is 35 square meters. A question, length plus breadth equals dash. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 2 × L + B ആണ് പെരിമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 24 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ. അപ്പോൾ ഇവിടെ ഈ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും അല്ലേ. ഈക്വൽസ് 2. അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് എത്രയെന്ന് കിട്ടി? 12 സെൻറ്റിമീറ്റർ. അതായിരുന്നല്ലോ ഫസ്റ്റ് പാർട്ടിൻ്റെ ചോദ്യം. എത്രയാണ്? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി പാർട്ട് ക്വസ്റ്റ്യൻ, ഇഫ് ലെങ്ത് ഈസ് എക്സ് സെൻറ്റിമീറ്റർ ഫൈൻഡ് ബ്രെഡ്ത്ത്. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് എക്സ് ആണെങ്കിൽ, ലെങ്ത് ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയെന്ന് കിട്ടും? ബ്രെഡ്ത്ത് ഈക്വൽസ് 12 മൈനസ് എക്സ് അല്ലേ. ബ്രെഡ്ത്ത് എത്രയാണ്? 12 മൈനസ് എക്സ്. ബി പാർട്ട് ആൻസർ 12 മൈനസ് എക്സ്. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ, ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിച്ച് ഈ ലെങ്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് കണ്ടെത്തുക. അതിനിവിടെ നമുക്ക് ക്ലൂ ആയിട്ട് തന്നിരിക്കുന്നത് ഏരിയ എത്രയാണ്? 35. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഇവിടെ 35 എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് ആയിട്ടും ബ്രെഡ്ത്ത് എത്രയാണ്? 12 മൈനസ് എക്സ് ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ എക്സ് ബ്രാക്കറ്റിനുള്ളിലോട്ട് കയറ്റി മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ 12x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ 35 എന്ന് കിട്ടി. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതാം നമുക്ക്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും എക്സ് സ്ക്വയർ ആദ്യമല്ലേ വരുന്ന. എക്സ് സ്ക്വയർ ഒരു പോസിറ്റീവായിട്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സൈനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ -35 വരും. ഇവിടെ എന്താണ്? -12x. ഇതെന്താവുന്നു? പ്ലസ് എക്സ് സ്ക്വയർ. ഒരു മൈനസ് കൊണ്ട് എല്ലാത്തിനും ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇതിനെ എക്സ് സ്ക്വയർ -12x എന്ന് എഴുതാമല്ലോ. ഇവിടെ -35. ഇതും കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇവിടെ 12ൻ്റെ ഹാഫ് എടുത്ത് ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ -12x. 12ൻ്റെ ഹാഫ് എത്രയാണ്? 6. 6ൻ്റെ സ്ക്വയർ. ഇവിടെയും എന്ത് ചെയ്യുക?
-35 കൂടി 6ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. ഇതിനെ നമുക്ക് ഇവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് ഇവിടെ x-6 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഇവിടെ -35 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 36 - 35 1 എന്ന് കിട്ടും. x-6 ദ ഹോൾ സ്ക്വയർ 1 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ x-6 എന്തെന്ന് കിട്ടും? √1 ആണ്. x-6ൻ്റെ സ്ക്വയർ 1 ആണെങ്കിൽ x-6 എത്രയായിരിക്കും? √1. √1 എത്രയാണ്? 1. ദാറ്റ് ഈസ് x ഈക്വൽസ് ഇവിടെ -6 റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ചെയ്യുക, പ്ലസ് ചെയ്യുക. 1 + 6 ഈക്വൽസ് എത്രയെന്ന് കിട്ടി? 7 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുത്ത ലെങ്ത് ആയിട്ടാണ്. ലെങ്ത് നമുക്ക് 7 സെൻറ്റിമീറ്ററും കിട്ടി. ബ്രെഡ്ത്ത് ആണെങ്കിലോ 12 - 7 എത്രയാണ്? 5 സെൻറ്റിമീറ്ററും കിട്ടി. Third question, the sum of perimeter and area of a square is 221. Form a second degree equation by taking a side as x centimeter. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററിൻ്റെയും ഏരിയയുടെയും സം 221 ആണ്. പെരിമീറ്റർ സ്ക്വയർ സമചതുരത്തിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എക്സ് ആണ് ഒരു സൈഡെങ്കിൽ എത്രയായിരിക്കും? 4 × 1 സൈഡാണ് 4x. അതുപോലെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. ഏരിയ എക്സ് സൈഡിൻ്റെ സ്ക്വയർ അല്ലേ. ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ഏരിയ എന്താണ്? സൈഡ് സ്ക്വയർ എക്സ് സ്ക്വയർ. പെരിമീറ്റർ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ പെരിമീറ്റർ എത്രയാണ്? 4 × 1 സൈഡ് 4x. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സം എത്രയാണ് തന്നിരിക്കുന്നത്? ഈ പാർട്ട് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. അതിന് ക്ലൂ ആയിട്ട് തന്നിരിക്കുന്നത് പെരിമീറ്ററിൻ്റെയും ഏരിയയുടെയും സം 221 ആണ്. ദാറ്റ് ഈസ് x² + 4x = എത്രയാണ്? 221. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ്? ഈ ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. x², അതായിരിക്കും കുറച്ച് എളുപ്പം. 4x, 4ൻ്റെ ഹാഫ് എടുക്കുക. 4ൻ്റെ ഹാഫ് 2 ആണ്. 2² എടുത്ത് ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്യുക. 2². ഓക്കെ, അപ്പോൾ ഇതിന് എക്സ് ഇവിടെ എന്താണ്? 2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഇരട്ടിയാണല്ലോ 4. അപ്പോൾ x + 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് 221. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. ആഡ് ചെയ്യുമ്പോൾ 225 എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് x + 2 ദ ഹോൾ സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ x + 2ൻ്റെ സ്ക്വയർ ആണ് 225. ദെൻ x + 2 = നമുക്ക് എന്ത് എഴുതാം? √225. 225 ഏതിൻ്റെ റൂട്ടാണ്? 15ൻ്റെ റൂട്ടാണ്. അപ്പോൾ x + 2 = 15 എന്ന് കിട്ടി. x = 15 - 2 ദാറ്റ് ഈസ് 13. ഒരു സൈഡ് എത്രയാണെന്ന് കിട്ടിയത്? 13 എന്ന് കിട്ടി. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിൻ്റെ ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡിൻ്റെ സ്ക്വയർ അല്ലേ? അത് 13² എത്രയാണ്? 169 സെൻറ്റിമീറ്റർ സ്ക്വയർ. Fourth question, if the length of the sides of a square is increased by 2 meters, its area becomes 81 square meters. What is the length of side of the original square? ഒരു സ്ക്വയർ ഉണ്ടായിരുന്നേ, ആ സ്ക്വയറിൻ്റെ സൈഡ് 2 മീറ്റർ കൂട്ടിയെടുത്ത്, സൈഡുകളെല്ലാം 2 മീറ്റർ കൂട്ടിയെടുത്ത് വേറൊരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഏരിയ 81 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറിയെങ്കിൽ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത് നമുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ ദെൻ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ന്യൂ സ്ക്വയർ, പുതിയ സ്ക്വയറിൻ്റെ സൈഡ് എത്രയായിരിക്കും? എത്ര കൂടിയെന്നാണ് പറഞ്ഞത്? 2 മീറ്റർ കൂടി അല്ലേ. അപ്പോൾ x + 2 എന്നായി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയായി? ഏരിയ കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? സൈഡ് സ്ക്വയർ അല്ലേ. പുതിയ ഏരിയ എന്ന് പറയുന്നത് x + 2ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. ഏരിയ x + 2ൻ്റെ സ്ക്വയർ ആണ്. ഏരിയ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 81 അല്ലേ. ദാറ്റ് ഈസ് x + 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് നമുക്ക് 81 എന്ന് എഴുതാം. x + 2ൻ്റെ സ്ക്വയർ 81 ആണെങ്കിൽ x + 2 = √81 ആണ്. √81ൻ്റെ വാല്യൂ 9 ആണ്. ഇവിടെ x + 2 ആണ് 9. x = 9 - 2 ആണ്. ദാറ്റ് ഈസ് ഒരു സൈഡ് എത്രയായിരുന്നു? ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരുന്നു? 7 മീറ്റർ ആയിരുന്നു ഒരു സൈഡ്. Fifth question, in a right triangle, one of the perpendicular side is 2 centimeters more than that of the other. Area of the triangle is 24 square centimeters. Find the length of the perpendicular sides of the right triangle. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾ അല്ലേ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പെർപെൻഡിക്കുലർ സൈഡിനേക്കാളും 2 സെൻറ്റിമീറ്റർ കൂടുതലാണ് മറ്റേ സൈഡ്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് ഈ ബേസും ഈ ഹൈറ്റും ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇപ്പോൾ ഇതിപ്പോൾ എക്സ് ആണെങ്കിൽ അതിനേക്കാളും 2 മീറ്റർ കൂടുതലാണ് എന്ത് ഹൈറ്റ് ആയിട്ടുള്ള സൈഡ് അല്ലേ, ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള സൈഡ്. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് BH അല്ലേ. ഇവിടെ നമ്മൾ ബേസ് എത്രയായിട്ട് എടുത്തിട്ടുണ്ട്? ബേസ് എക്സ് ആയിട്ടും
ഹൈറ്റ് x+2 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഏരിയ എത്രയും തന്നിട്ടുണ്ട്, 24 cm² ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഈക്വൽസ് 24 ഇടുക. ഹാഫ് ബേസ് എന്താണ് എക്സ്, ഹൈറ്റ് എന്താണ് x+2 അല്ലേ. ഇനി ഈ 2 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, 2നെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. 24 × 2 is equal to ഈ എക്സ് അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × x² ദെൻ പ്ലസ് ഇട്ടതിന് ശേഷം x × 2 എത്രയാണ് 2x. അപ്പോൾ ഇവിടെ 48 എന്ന് കിട്ടും. x² + 2x = 48 ആണ്. ഇവിടെയും കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. x² + 2x, 2ൻ്റെ ഹാഫ് 1 ആണ്. 1² ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്യുക. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 48 + 1 49 എന്നാകുന്നു. ഇത് x+1² എന്നാകുന്നു. x+1² 49 ആണെങ്കിൽ x+1 ഈക്വൽസ് എന്താണ്, √49. √49 എന്ന് പറഞ്ഞാൽ 7 ആണ്. ദാറ്റ് ഈസ് x = 7 - 1 ഈക്വൽസ് എത്രയാണ് 6. അതായത് നമ്മൾ ഇവിടുത്തെ ബേസ് ആയിട്ട് എടുത്തത് x ആണ്, എത്രയാണ് 6 cm. ഹൈറ്റ് ആയിട്ട് എടുത്തത് x+2 ആണ്, എത്രയാണ് 8 cm.